ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോകത്താകമാനം വരാനിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ മൂന്നാം തരംഗമാണെന്ന് മാധ്യമപ്രവർത്തകൻ വിനോദ് കെ ജോസ്. പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാപഠന ഗവേഷണ അവതരണ സംഘം മണിമുഴക്കം 2025 സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ രത്നങ്ങൾക്ക് ആദരമേകി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. താമരശ്ശേരി അടിവാരം കുരിശിന്റെ വഴിയിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും. വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓൺടർപ്രണർഷിപ്പ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സമാപിച്ചു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ലോകത്താകമാനം വരാനിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ മൂന്നാം തരംഗമാണെന്ന് മാധ്യമപ്രവർത്തകൻ വിനോദ് കെ ജോസ്. കോഴിക്കോട് ഫാദർ തോമസ് ആന്ത്രപ്പേർ സ്മാരക പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ തോമസ് ആന്ത്രപ്പേറിന്റെ സ്മരണാർത്ഥം ആലുമിനെ അസോസിയേഷനും സാൻജോ ഔട്ട്റീച്ച് സർവീസും സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. കേരള ജസ്യൂട്ട് സൊസൈറ്റി പ്രൊവിൻഷ്യൽ ഫാദർ EP മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലൊരു മോദിയും അമേരിക്കയിലൊരു ട്രംപും റഷ്യയിലൊരു പുടിനും ചേർന്ന് തീർത്ത പുതിയ ലോകക്രമമാണ് ഇപ്പോഴുള്ളതെന്ന് പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകൻ ഡോക്ടർ വിനോദ് കെ ജോസ് പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധതയുടെ മൂന്നാം തരംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സ്ഥിതി 30 മുതൽ 40 വരെ വർഷം നീണ്ടേക്കാമെങ്കിലും AI കാലഘട്ടത്തിൽ ഇത് 5 വർഷമായി ചുരുങ്ങാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ചെറു കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രതികളിലെ അവരുടെ ശരീരത്തിനകത്തേക്ക്, പ്രത്യേകിച്ച് അവരുടെ പുറംഭാഗത്തോടു കൂടി ഡ്രഗ്സ് തള്ളിക്കേറ്റി അത് തിഹാർ ജയിലിലേക്ക് എത്തിക്കുന്ന ഒരു ലോബിയുണ്ട്. അതെന്നും അവരെ പീഡിപ്പിക്കുന്ന ഒരു മുറിയായിട്ടാണ് ഈ അണ്ടർ ട്രയൽ പ്രിസണേഴ്സിന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മുറി ആയിരുന്നു. പരിപാടിയിൽ പ്രിൻസിപ്പൽ ഫാദർ MF ആന്റോ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ സുനിൽ ജോസ്, സെബാസ്റ്റ്യൻ ജോൺ, T ജയരാജ്, CK ഗിരീഷ് കുമാർ, PN ഗോകുൽനാഥ്, A രാകേഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാപഠന ഗവേഷണ അവതരണ സംഘം മണിമുഴക്കം 2025 സംഘടിപ്പിച്ചു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാട്ടുകൂട്ടം ഏർപ്പെടുത്തിയ 9ാമത് മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരങ്ങളും മണിമുഴക്കം 2025 വേദിയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിതരണം ചെയ്തു. രമേശ് കോട്ടൂളി, മണികണ്ഠൻ തവനൂർ, നൈന ഫെബിൻ, മുഹമ്മദ് ഷാഫി വാഴയൂർ, കലാമണ്ഡലം ശ്രീരേഖാജി നായർ, രവി വാണിയമ്പാറ, മുനീർ P കുഞ്ഞോയി, ഷൈനി പ്രകാശ് ആവള എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കലാപഠന പുരസ്കാരം നൽകി ആദരിക്കുന്നു. ശ്രീ വാണിയമ്പാറയെ 9ാമത് കലാപഠന മണി പുരസ്കാരം നൽകി തുടങ്ങുന്ന മുനീർ കുഞ്ഞോയി അവർക്ക് 9ാമത് കലാപഠന മണി പുരസ്കാരം. ഇതിന്റെ കലാകാരൻ ഈ ഇത്തരം ഒരു ലഹരിയുടെ ആവശ്യമില്ല.
കലാകാരൻ്റെ ഉള്ളിൽ ലഹരിയുണ്ട്. ആ ലഹരി പുറത്തേക്കെടുത്താൽ മതി. അത് പുറത്തേക്കെടുക്കാതെ പുറത്തുനിന്ന് ലഹരി ചേർത്തിട്ട് ഒരു കാര്യമില്ല. പാടാനും ആടാനും ഒക്കെ ഏതിനും പുറമേ നിന്നുള്ള ലഹരി ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഇഷ്ടപോലെ അതാണ് എനിക്ക് പറയാനുള്ളത്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബാബു പറശ്ശേരി, കലാഭവൻ മണി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര അധ്യക്ഷത വഹിച്ചു. വിൽസൺ സാമുവൽ, കാനേഷ് പൂനൂർ, ജഗദ്മയൻ ചന്ദ്രപുരി, ഡോക്ടർ യു ഹേമന്ത് കുമാർ, അഷറഫ് കുരുവട്ടൂർ, നിജേഷ് അരവിന്ദ്, റഹീന കൊളത്തറ, കലാമണ്ഡലം സത്യവ്രതൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രഗത്ഭ നാടൻ പാട്ട് കലാകാരന്മാർ അണിനിരന്ന വാമൊഴി താളം എന്ന നാടൻ പാട്ടുത്സവം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ രത്നങ്ങൾക്ക് ആദരമേകി കാലിക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക്. മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ റെജി ആർ നായർ വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സഹകരണ വകുപ്പ് 45ാമത് നിക്ഷേപ സമാഹരണ യജ്ഞം 2025ന്റെയും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെയും ഭാഗമായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് വനിതകൾക്ക് നിക്ഷേപ രസീതി കൈമാറലും വനിതകളെ ആദരിക്കലും നടത്തി. ബാങ്കിൽ പുതുതായി അക്കൗണ്ട് ആരംഭിച്ച 300 വനിതകൾക്കാണ് നിക്ഷേപ രസീതി കൈമാറിയത്. തലക്കുളത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഗീത, ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സുധാകൃഷ്ണനുണ്ണി, മാനിപുരം AUP സ്കൂൾ അധ്യാപിക മിനി TM, റിട്ടയർഡ് DMO ഡോക്ടർ VK ശ്രീകുമാരി എന്നിവർ ആദരമേറ്റുവാങ്ങി. ചാലപ്പുറം സിറ്റി ബാങ്കിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തക റെജി ആർ നായർ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദം, അതിനൊന്നിച്ചുള്ള യാത്രകൾ, പുറത്തെ ലോകത്തേക്കുള്ള ഒരു തിരിച്ചിറങ്ങൽ, ജീവിതത്തിൽ ഇത്തരം ചില്ലറ മാറ്റങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെന്ന അഭ്യർത്ഥനയോടുകൂടി അതിലപ്പുറത്തേക്ക് വനിതാ ദിനത്തിൽ ഈ വരുന്നൊരു 5 വർഷത്തിനുള്ളിൽ വനിതാ ദിനങ്ങൾ ഇല്ലാതാവുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി അത്രയും തുല്യരായി പുരുഷനോടൊന്നിച്ച് സമൂഹത്തിൽ അവരുടെ സുഹൃത്തായി, കൂട്ടുകാരിയായി, ജീവിത പങ്കാളിയായി, ഇതിനൊക്കെ അപ്പുറം സമൂഹത്തിൽ തുല്യതയുള്ള 2 തരം മനുഷ്യരായി നമുക്ക് ജീവിക്കാനാവുന്ന ഒരു കാലത്ത് വനിതാ ദിനങ്ങൾ ഇല്ലാതാവുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷയായിരുന്നു. സിനി ആക്ട്രസ് ഹിത കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള സ്നേഹോപഹാരം കൈമാറി. ബാങ്ക് ഡയറക്ടർ ഷിംന PS വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തി. ബാങ്ക് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പുഷ്പലത, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജയമീന P എന്നിവർ സംസാരിച്ചു. ചീഫ് അക്കൗണ്ടന്റ് സിന്ധു PM, ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റി പ്രസിഡന്റ് അനിത MA, അജുല P എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓൺടർപ്രണർഷിപ്പ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സമാപിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അഹമ്മദാബാദിന്റെ ഇംപ്ലിമെന്റിംഗ് പാർട്ണറായ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ
മ്യൂറൽ പെയിന്റിംഗിൽ 26 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 89 വനിതകളുടെ ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളും കോഴിക്കോട്ടെ മറ്റ് വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും പോലീസ് ക്ലബിൽ പ്രദർശിപ്പിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 89 വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. EDII പ്രോഗ്രാം കോർഡിനേറ്റർ ശരത് ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. 50-60 വർഷം മുമ്പ് ഇതുപോലെ പൊതുവേദിയിൽ വനിതകൾക്ക് പങ്കെടുക്കാനോ സംരംഭത്തെ കുറിച്ച് ചിന്തിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പലരും വീടിനകത്ത് അവരുടേതായ ജീവിതത്തിലേക്ക് അങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ. പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ടത് പുരുഷന്മാരെ വനിതകളെ പറ്റിക്കണോ എന്നുവെച്ചാൽ വനിതാ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രോത്സാഹനം കിട്ടണം. നിങ്ങൾ ഓരോ സംരംഭം പരിശീലനത്തിനൊക്കെ ഭാഗമാവും. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പണി നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. അതേസമയം ഭൂരിഭാഗം പുരുഷന്മാരും വരുന്നു, ജോലി കഴിഞ്ഞ് വലിയ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, TV ഡിബേറ്റ് കാണുന്നു, രാഷ്ട്രീയം പറയുന്നു, ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതിനൊന്നും ഒരു ഔട്ട്പുട്ട് ഇല്ല. തലച്ചോറ് വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്യണം. പക്ഷെ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നത് ആരാ? വനിതകളാണ്. പരിശീലനം പൂർത്തിയാക്കിയ 89 വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. നബാർഡ് DDM രാകേഷ്, ശരത് ശങ്കർ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. EDS ജീവനക്കാരായ മുസ്തഫ, ജ്യോതി, ഷൈനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. EDS പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാനകി P അധ്യക്ഷയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരവുമായി പ്രൊവിഡൻസ് വിമൻസ് കോളേജ്. കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ MC വസിഷ്ഠിന്റെ നേതൃത്വത്തിൽ ധീര വനിതകളെ കുറിച്ചുള്ള ചിത്രങ്ങളും വിവരണങ്ങളും ഉൾക്കൊള്ളിച്ച ഗ്യാലറി ഒരുക്കി. നഗരത്തിലെ ഏക വനിതാ കലാലയമായ പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഗാലറിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര വനിതകളെ കുറിച്ചുള്ള ഫോട്ടോകളും വിവരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ MC വസിഷ്ഠാണ് ഈ ഗാലറി തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റൊരു അന്താരാഷ്ട്ര വനിതാ ദിനം എത്തുമ്പോഴാണ് വനിതാ കലാലയം ഈ വീര ദേശാഭിമാനികൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഈ ഗാലറി തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ, സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച വനിതാ വ്യക്തിത്വങ്ങളുടെ വിവരണങ്ങളും ഫോട്ടോകളുമാണ് ഈ ഗാലറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ചരിത്രത്തെ വീക്ഷിക്കുമ്പോൾ സ്ത്രീ സാന്നിധ്യമുണ്ടെങ്കിലും രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ വളരെ കുറവ് മാത്രമാണ്. എന്നാൽ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തന്റെ നിറസാന്നിധ്യം വ്യക്തമാക്കിയ ധീര വനിതകളെ ഓർമ്മിപ്പിക്കാൻ മറന്നിട്ടില്ല. അതിനുദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. റാണി ലക്ഷ്മിബായി മുതൽ കൗമുദി ടീച്ചർ വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 50ഓളം വനിതകളുടെ ചിത്രങ്ങൾ ഈ ഗാലറിയെ അലങ്കരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താമരശ്ശേരി അടിവാരം കുരിശിന്റെ വഴിയിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും സൊസൈറ്റി ചെയർമാൻ C ചാക്കുണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നത്. 33 വർഷങ്ങളായി മുടങ്ങാതെ ഗത്സമേൻ ഷൈൻ ഡയറക്ടർ റവറൻഡ് ഫാദർ തോമസ് തുണ്ടത്തലിന്റെ നേതൃത്വത്തിലാണ് താമരശ്ശേരി അടിവാരം ചുരം കുരിശിന്റെ വഴി സംഘടിപ്പിക്കുന്നത്. ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷവലിയർ C ചാക്കുണ്ണി, നിയമ ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. മദ്യം, മയക്കുമരുന്ന്, റാഗിംഗ് എന്നീ വിപത്തിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കാൻ ഇത്തരം യാത്രകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞു. ചുരത്തിൽ ഗതാഗത തടസ്സം വരുത്താതെ ഒറ്റവരിയായി അച്ചടക്കത്തോടെ നടത്തുന്ന യാത്ര മാതൃകാപരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ ക്രിസ്തീയ സഭകളിൽ പരിഹരിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതിന് ഈ നിങ്ങളുടെ ഈ ത്യാഗം അതിന് കാരണമായിട്ട് നിങ്ങളെല്ലാ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നന്ദി. 1833 മാന്നാനം കുന്നിൽ വിശുദ്ധ ചാവറ അച്ഛനാണ് കുരിശിന്റെ വഴി ആരംഭിച്ചതെന്ന് ഫാദർ തോമസ് തുണ്ടത്തിൽ പറഞ്ഞു.
അപ്പോൾ പിതാവിന്റെ സന്ദേശം കഴിയുമ്പോൾ 10 മിനിറ്റ് മഴ പെയ്തിട്ടായിരുന്നു എന്റെ നിയോഗം. പിതാവിന്റെ സന്ദേശം കഴിയുന്നു, ഉടൻ തന്നെ കാർമേഘം കൂടിയിട്ട് മഴ പെയ്യുന്നു. അന്ന് രാത്രി 1 മണി മുതൽ 4 മണി വരെയും മഴ പെയ്യുകയാണ്. അങ്ങനെ 3 മണിക്കൂർ കേരളം മഴ പെയ്യുന്നു. അങ്ങനെ 1992 തൊട്ട് 2002 വരെയും 10 വർഷം നിരന്തരമായിട്ട് വെള്ളിയാഴ്ച മഴ പെയ്യുന്നു. അങ്ങനെ ഇതൊരു സാക്ഷ്യമായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണ്, പരിപാടിയാണെന്നുള്ള അനുഭൂതി ഞങ്ങൾക്കുണ്ടാകും. നിരവധി വിദ്യാർത്ഥികളും സിസ്റ്റർമാരും ഭക്തസംഘടനകളും വൈദിക ശ്രേഷ്ഠരും പങ്കെടുക്കുന്ന 50 നോമ്പ് ആരംഭത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന കുരിശിന്റെ വഴി സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായകരമാകുമെന്നും ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി പ്രതിനിധികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് സർവ്വദേശീയ വനിതാ ദിനത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തക റെജി ആർ നായർ ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് സിറ്റി ബേസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സാർവദേശീയ വനിതാ ദിന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ റെജി ആർ നായർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാരിൽ 60% ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഭാര്യ എടുക്കുന്നത് തെറ്റില്ലാണ്. ഈ 15 വർഷം കൊണ്ട് അതിൽ വലിയ മാറ്റം ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ വേറൊരു മാറ്റം ഉണ്ടായി. അത്തരത്തിലുള്ള വിവാഹ ജീവിതം വേണമോ വേണ്ടയോ എന്ന് നമ്മുടെ പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങി. വിവാഹം വലിയൊരു സംഗതിയായി നമ്മുടെ സ്ത്രീകൾ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളാണ് എനിക്കെന്ന് അറിയില്ലെങ്കിൽ, പക്ഷേ നിങ്ങൾ ഉൾപ്പെടുന്ന, നിങ്ങളുടെ മക്കൾ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹം വിവാഹത്തെ പറ്റി ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നത് എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിനുള്ള ചില ഉത്തരങ്ങൾ ഇങ്ങനെ കൂടിയാണ് വരുന്നത്. അത് നമ്മൾ ഒരു മാറ്റത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിലും അവരുടേതായ ജൈവ ജീവിതത്തിന് വേണ്ട മാറ്റങ്ങൾ സ്ത്രീകൾ വരുത്തുന്ന കാലമായിരുന്നു. അതിനുള്ള അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ഇവിടെ വന്നു ചേർന്നു. LIC കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ LIC സിറ്റി ബേസ് യൂണിറ്റുകളിലെ ജീവനക്കാർ പങ്കെടുത്തു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വനിതാ സബ് കമ്മിറ്റി അംഗം K. ഷിബിലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ബ്രാഞ്ച് 3 യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജ ശ്രീധരൻ, LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വനിതാ സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ M. ചിത്ര തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നന്മ സർഗ വനിത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ലോക വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. വനിതാ നാടക പ്രവർത്തകരെ പരിപാടിയിൽ ആദരിച്ചു. അംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങിലെത്തി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സർഗ വനിത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലോക വനിതാ ദിനാഘോഷ പരിപാടികൾ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സർഗ വനിതകൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി. സമാപന സമ്മേളനത്തിൽ സർഗ വനിത കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷെർലി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സർഗ വനിതാ സംസ്ഥാന ട്രഷറർ അജിത നമ്പ്യാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാടകരംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ലീല കോറോത്ത്, ജയകാന്തി എന്നിവരെ നന്മ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ആദരിച്ചു. മത്സര വിജയികൾക്ക് നന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം സത്യവ്രതൻ ഉപഹാരങ്ങൾ കൈമാറി. പ്രശസ്ത നാടകകൃത്തും അധ്യാപകനുമായ ഷിബു മുത്താട്ട്, നന്മ സംസ്ഥാന ഭാരവാഹികളായ മഠത്തിൽ രാജീവൻ, TK വേണു എന്നിവർ സംസാരിച്ചു. സർഗ വനിതാ നേതാക്കളായ സുശീല ഗോവിന്ദൻകുട്ടി, ബിന്ദു ബാലചന്ദ്രൻ, ലതാ നാരായണൻ എന്നിവരും സന്നിഹിതരായിരുന്നു. പരിപാടിക്ക് പ്രമീള അനീഷ്, പ്രഭ വിജയമോഹൻ,
സുഷമ പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അംഗങ്ങളുടെ കലാപരിപാടികളും വേദിയിലെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് KPSCEU വിവിധ പരിപാടികൾ നടത്തി. കലക്ട്രേറ്റ് ജീവനക്കാരി ഷീന IMനെ ആദരിച്ചു. സംഘടനാ അംഗങ്ങളും പ്രവർത്തകരും പങ്കെടുത്തു. സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് KPSCEU വനിതാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ വനിതാ കമ്മിറ്റി കൺവീനർ സതീദേവി P അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരിയും KGOA ജില്ലാ കമ്മിറ്റി അംഗവും സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് പ്രസിഡന്റുമായ ക്ഷേമ K തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കളക്ടറേറ്റ് ജീവനക്കാരി ഷീന IMനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ഓഫീസറും ജില്ലാ കമ്മിറ്റി അംഗവുമായ അനിത S പൊന്നാട അണിയിച്ചു. യൂണിയന്റെ സ്നേഹോപഹാരങ്ങളും കൈമാറി. മുഖ്യപ്രഭാഷണം നടത്തിയ ക്ഷേമ K തോമസിന് യൂണിയന്റെ സ്നേഹോപഹാരം മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷെറീന CC സമർപ്പിച്ചു. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീത KK, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിജയലത K തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മയക്കുമരുന്നിന്റെ വിപത്തിനെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വിപുലമായ ക്യാമ്പയിൻ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ഫ്രണ്ട്സ് ഓഫ് യോഗ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ രാജൻ തേങ്ങാപ്പറമ്പത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ആരോഗ്യ മാനസിക കൂട്ടായ്മകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശില്പശാലകളും സംഘടിപ്പിക്കും. മാതാപിതാ ഗുരുബന്ധങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. ശില്പശാലയ്ക്ക് ശേഷം മാർച്ച് 16 നഗരത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ റാലി സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ രമേശ് ബാബു കാളൂർ, ബാലൻ KK, റഹീം TT ഉമ്മർ, KP രാജശേഖരൻ എന്നിവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകത്താകമാനം വരാനിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ 3ാം തരംഗമാണെന്ന് മാധ്യമപ്രവർത്തകൻ വിനോദ് K. ജോസ്. പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാപഠന ഗവേഷണ അവതരണ സംഘം മണിമുഴക്കം 2025 സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ രത്നങ്ങൾക്ക് ആദരമേകി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. താമരശ്ശേരി അടിവാരം കുരിശിന്റെ വഴിയിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും. വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓൺടർപ്രണർഷിപ്പ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സമാപിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chamanur International Jewelers.